ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വെസ്പ സ്കൂട്ടറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെസ്പ സ്കൂട്ടർ എടുത്തിട്ട് ഇപ്പം ഏറെക്കുറെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് റിവ്യൂ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെസ്പനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ഗേൾസിനും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് വെസ്പ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ആ ഒരു ബോഡി ഷേപ്പും ആ ഒരു എലഗൻസും തന്നെയാണ് അതിന് മെയിനായിട്ടുള്ള കാരണം. ഞാനും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ വെസ്പ സ്കൂട്ടർ എടുക്കണം എന്നൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് എടുത്തിട്ടുള്ളത്. എങ്കിൽ കൂടി ഈ ഒരു വെസ്പ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം എനിക്ക് എന്തോ അത്രയും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ വെസ്പ യൂസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഇന്നത്തെ റിവ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇത് ഡ്രൈവ് ചെയ്യുമ്പം നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ പവർ വേരിയേഷൻ വരുന്നത് അതായത് 125 ആൻഡ് 150 cc അവൈലബിൾ ആണ്. ഇത് 125 cc ആണ് കേട്ടോ. പിന്നെ വെയിറ്റിലേക്ക് വരികയാണെങ്കിൽ വെസ്പയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നോർമലി നമ്മൾ 2 വീലർ എന്നൊക്കെ പറയുമ്പം കുറച്ചൊരു ലൈറ്റ് വെയിറ്റ് ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും അങ്ങനെയാണ് വിചാരിച്ചത് കേട്ടോ. വെസ്പ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് കമ്പയർ ടു നമ്മുടെ ആക്റ്റീവയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അത്രത്തോളം വെയിറ്റ് ഇല്ലെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കളർ വേരിയേഷൻസ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസിൽ വേരിയേഷൻ വരുന്നത്. അതായത് കളേഴ്സിൻ്റെ ഡിഫറൻസ്. ഇപ്പം യെല്ലോ ഒക്കെ ആണെങ്കിൽ ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രൈസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹൈ ആയിരിക്കും. പിന്നെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ മെറ്റൽ ബോഡിയാണ്. ഇറ്റ്സ് എ ഇറ്റാലിയൻ ബ്രാൻഡ് ആണെന്നൊക്കെ നമുക്കറിയാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വെസ്പ ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ബോഡി സ്റ്റൈലും ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കളേഴ്സാണ്, അതും വൈബ്രൻ്റ് ആയിട്ടുള്ള യെല്ലോ റെഡ് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണെന്ന് നമുക്കറിയാം. യെല്ലോ എന്നൊക്കെ പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള എഡീഷനാണ്. റെഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലാക്കിലും അതോടൊപ്പം തന്നെ ബ്ലൂ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് പണ്ട് മുതലേ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ യെല്ലോ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഹാപ്പിയായി. വണ്ടി എടുത്ത പാടെ പോയി അതിന് തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഹെൽമെറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പെയിൻറ്റിലേക്ക് വരികയാണെങ്കിൽ വെസ്പയുടെ പെയിൻറ്റിലേക്ക് വരികയാണെങ്കിൽ ആ പെയിൻറ്റ് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് ചെറിയ സ്ക്രാച്ചൊക്കെ വീണാൽ നമ്മൾ റബ്ബ് ചെയ്താൽ ആ സ്ക്രാച്ചൊക്കെ നല്ല രീതിക്ക് നമുക്ക് റിമൂവായി കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ എന്തും ആയിക്കോട്ടെ, ഇങ്ങനത്തെ വെഹിക്കിൾ അല്ലെങ്കിൽ എന്ത് തരം വെഹിക്കിൾ ആണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കൺസേൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമുക്ക് ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ഉണ്ടോ, ആ കാര്യത്തിൽ ഇത് 100% നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു വണ്ടി നമുക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. നിങ്ങൾ ഓഫീസ് യൂസിനൊക്കെ പോകാനൊക്കെ പറ്റിയ വണ്ടിയൊക്കെ ആണോ എന്ന് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട അത്രയ്ക്കൊരു മൈലേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കെന്താണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു 2 വീലർ തന്നെയാണ് വെസ്പ സ്കൂട്ടർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു സ്കൂട്ടറിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഈ പ്ലേസ് അയ്യമ്പാറയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. സിറ്റുവേറ്റഡ് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം കോട്ടയത്ത്, അതായത് തീക്കോയ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. തലനാടാണ് അയ്യമ്പാറ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഡ്രൈവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.